സർഗജ്യോതി, ദ ഹാർമണി ഓഫ് ആർട്ട്. നവസൂര്യോദയങ്ങളുടെ കലാവിസ്മയങ്ങൾ ആസ്വദിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. സർഗജ്യോതിയുടെ പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും മറക്കല്ലേ. Use headphones for best sound experience. സർഗജ്യോതി ശ്രവ്യാമൃതം അഭിമാന പുരസ്സരം സമർപ്പിക്കുന്ന ഏറ്റവും പുതിയ ശബ്ദനാടകം ദൈവത്തിൻ്റെ കോടതിയിൽ. നാടകരചന റിജേഷ് തില്ലങ്കേരി. സംവിധാനം വിഷ്ണു സുനിൽ മടത്തുംപടി. ശബ്ദമിശ്രണം രമിത് വിലങ്ങേരി. ശബ്ദം നൽകുന്നവർ നിതിൻ എൻ ജോയ് തൊടുപുഴ, രേഖ കാസർഗോഡ്, ലിമേഷ് പി എം പുതുക്കാട്, സിജു പത്തനംതിട്ട, സുനിത ബി ബി, ശ്രീന റിജേഷ്, സിമി മഞ്ഞപ്ര, അനുജ അജയൻ, സൂരജ് എം എസ് വടകര. ദൈവത്തിൻ്റെ കോടതി. ഹരി, ഹരി, ഹരിപ്രസാദ്, ഉറക്കമാണോ? ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. ഓ, സ്നേഹ ഡോക്ടറോ? വല്ലാത്ത ക്ഷീണം കാരണം അല്പസമയം ഒന്ന് മയങ്ങിപ്പോയി. ഇഞ്ചക്ഷൻ എടുത്താൽ വേദന കുറയും. ശരീരത്തിൻ്റെ വേദന ഇല്ലാണ്ടാക്കാനല്ലേ ഡോക്ടർ ഈ ഇഞ്ചക്ഷൻ കൊണ്ട് സാധിക്കുള്ളൂ. മനസ്സിൻ്റെ വേദന ഇല്ലാണ്ടാക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ? സഹിക്കാൻ കഴിയാത്ത വേദനയും കടിച്ചമർത്തി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. മരിച്ചാൽ മതിയായിരുന്നു. ഹരി, പ്ലീസ് റിലാക്സ്. വേണ്ടാത്തതൊന്നും ചിന്തിക്കാതെ കിടന്നോളൂ. ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നും മരിക്കേണ്ടവനല്ല ഞാൻ. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ദൈവം തരുന്ന ശിക്ഷ അനുഭവിക്കേണ്ട പോകാൻ പറ്റില്ല. അത്രയേറെ കൂടിയ പാപങ്ങളാ ഞാൻ ചെയ്തു കൂട്ടിയ. ഹരി, പ്ലീസ് ഡോണ്ട് തിങ്ക് സച്ച് തിങ്സ് നൗ. ഡോക്ടർ, എനിക്ക് എൻ്റെ വേദന ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയണം ഡോക്ടർ. അങ്ങനെയെങ്കിലും എനിക്കൊന്ന് ആശ്വസിക്കാമല്ലോ. ഇല്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും ഡോക്ടർ. അങ്ങനെയെങ്കിലും ഹരിക്കൊരൽപ്പം ആശ്വാസം കിട്ടുമെങ്കിൽ എന്നെ ഒരു സുഹൃത്തായി കണ്ടുകൊണ്ട് എല്ലാം എന്നോട് പറഞ്ഞോളൂ. ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പറയാം. ഡോക്ടറോട് ഞാൻ എല്ലാം തുറന്നു പറയാം. എൻ്റെ എല്ലാമായിരുന്ന ഹേമയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ളൊരു ദിവസം, അന്ന് രാവിലെ ഹിമ എൻ്റെ വീട്ടിൽ വന്നു. അഞ്ജന ശിലയിൽ
ഹരിയേട്ടാ, 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 എഴുന്നേൽക്ക് ഹരിയേട്ടാ. എന്തൊരു ഉറക്കം അത്, ഒന്ന് എഴുന്നേറ്റ്. ഒരുമിച്ച് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന നോക്ക്. എനിക്ക് വയ്യ. ദേ ഹരിയേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഒന്ന് എഴുന്നേക്കുന്നുണ്ടോ? ഹിമക്കരടി, ഇപ്പൊ കാണിച്ചു തരാം. എന്തൊരു തണുപ്പ്. രാത്രി മുഴുവൻ പനിച്ച് പറിച്ച് കിടന്ന് എൻ്റെ ദേഹത്താണ് നീ വെള്ളം കോരി ഒഴിച്ചത്. അയ്യോ, ഹരിയേട്ടന് പനിയാണോ? ശോ, ഞാൻ അറിഞ്ഞില്ല. സോറി ഹരിയേട്ടാ. നല്ല പനിയുണ്ടോ? നോക്കട്ടെ. എന്തിനാ രാവിലെ തന്നെ രണ്ടുപേരും വഴക്കിടണേ? എന്താ ഹിമമോളെ? ഈ ഹിമക്കരടി എൻ്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചമ്മ. നന്നായി. നേരം ഇത്രയായിട്ടും പോത്തുപോലെ കിടന്നുറങ്ങുകയല്ലേ നീയെ? ഹരിയേട്ടന് പനിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മായി. പനിയുണ്ടോടാ മോനെ? ഹേയ്, പാരസെറ്റമോൾ കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ അമ്മ. ആരിത്? ഹിമമോളോ? കാലത്തെ തന്നെ ഇങ്ങെത്തിയോ? ഇന്ന് ഒരുമിച്ച് അമ്പലത്തിൽ പോവാന്ന് ഹരിയേട്ടൻ പറഞ്ഞതാ. എന്നിട്ടെന്തേ അമ്പലത്തിൽ പോണില്ലേ? ഹരിയേട്ടന് നല്ല പനിയാ, പിന്നെ എങ്ങനെ പോവാനാ? ഓ ഓ ഓ ഓ, അവൻ വരാത്തത് കൊണ്ട് ഹിമമോളും അമ്പലത്തിൽ പോകുന്നില്ല അല്ലേ? അമ്മായി, ഞാൻ പോയിട്ട് വരാവേ. ആ മോളെ, അച്ഛനോട് ഒന്ന് ഇത്തട്ടം വരെ വരാൻ ഞാൻ പറഞ്ഞതെന്നൊന്ന് പറയാ. ആ അമ്മാവാ, ഞാൻ പറയാം. എവിടെ തെണ്ടി നടക്കാൻ പോയതാടി നേരം വെളുത്തപ്പ തന്നെ? അതിന് അമ്മ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാനന്ന് ഹരിയേട്ടനെ കാണാൻ പുത്തേടുത്ത് പോയതാ. ഓ, അവളുടെ ഒരു ഹരിയേട്ടൻ. ഈയിടെയായി നിന്റെ പുത്തെടുത്ത് പോക്ക് ഇത്തിരി കൂടണുണ്ട്. നാട്ടുകാർ ഇപ്പൊ തന്നെ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ അമ്മയ്ക്കിതെന്താ? ഹരിയേട്ടൻ എന്നെ കെട്ടാൻ പോണ കാര്യം ആർക്കാ അറിയാത്ത? എന്തിനാ സരസ്വതി നീ രാവിലെ തന്നെ മോളോട് ഇങ്ങനെ വഴക്കിടണേ? ഞാനൊന്നും പറയണില്ല. മോളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഒരച്ഛനുണ്ടല്ലോ. എന്റെ മോളെ എനിക്ക് നല്ല വിശ്വാസാ. അവള് തെറ്റായ വഴിക്കൊന്നും പോവില്ല. ഇല്ല, അതെനിക്ക് ഉറപ്പാ. അത് തന്നെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കച്ച. ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടേൽക്ക് തന്നെയാ. അത് മറക്കണ്ട. അച്ഛാ, അച്ഛനോട് അങ്ങോട്ട് ചെല്ലാൻ അമ്മാവൻ പറഞ്ഞു. സരസ്വതി, എന്നാ പിന്നെ ഞാൻ രാമേട്ടനൊന്ന് കണ്ടുവരാം. ശരി ശങ്കരേട്ടാ. രാമേട്ടൻ കാണണമെന്ന് പറഞ്ഞു എന്ന് മോള് പറഞ്ഞു. ആ ശങ്കരനോ? വരിക, ഇരിക്കുക. ഓ ഓ, അത്യാവശ്യമായി 1-2 പേരെ കാണാൻ എനിക്ക് ടൗണിൽ വരെ ഒന്ന് പോകണം ശങ്കര. പറമ്പിലാണെ പണിക്കാരുമുണ്ട്. നോക്കാൻ ആളില്ലെന്ന് വെച്ചാൽ ഇവറ്റകളൊക്കെ ഒരു വകയാ. ഒന്നിനും ഒരു കൂറുള്ള ജാതിയല്ലതേ. ശങ്കരനറിയാമല്ലോ. ഞാൻ വരുന്നിടം വരെ വേണ്ട രീതിയിൽ നോക്കിയും കണ്ടു ഒന്ന് ചെയ്യിക്കണേ ശങ്കര. രാമേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ രാമേട്ട, എനിക്കൊരു കാര്യം. എന്താ ശങ്കര, മുഴുവിപ്പിക്കാൻ നിർത്തിയേ? തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ
അമാന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇക്കണ്ട കാലം അത്രയും എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ടല്ലാതെ അന്യനായി ഞാൻ കണ്ടിട്ടുണ്ടോ? തൻ്റെ ചേച്ചി പാർവതിയെ ഞാൻ വേളി കഴിച്ച് അതിനുശേഷം എൻ്റെ സഹോദരി സരസ്വതിയെ തനിക്ക് കെട്ടിച്ചെന്ന് കാലം ഇത്രയും കഴിഞ്ഞിട്ടും ആ ബന്ധം മുറുകിയിട്ടല്ല ഉള്ളൂ. ഒന്നും മറന്നിട്ടില്ല രാമേട്ട, ഇഞ്ഞിട്ട് മറക്കുകയില്ല. അച്യുതൻ നായരെ ചായക്കടയിൽ ഒരു സഹായിയായിട്ട് നിന്ന് എനിക്ക് ഒരു നല്ല കടയിട്ട് തന്നതും എൻ്റെ ഹിമ മോളെ പഠിപ്പിച്ചതും എന്തിന് ഞങ്ങൾക്കൊരു നല്ല വീട് വെച്ച് തന്നതൊക്കെ രാമേട്ടനല്ലേ? അത് വിട് ശങ്കര, അതെൻ്റെ കടമയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആട്ടെ, ശങ്കരന് എന്താ എന്നോട് പറയാനുള്ളത്? അത് പിന്നെ രാമേട്ട, ഹരിയുടെയും ഹിമയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ഈ നാട്ടുകാർ പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 1000 കുടത്തിൻ്റെ വായ മൂടിക്കെട്ടാം. ഈ മനുഷ്യരുടെ വായ മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ? എന്താ ശങ്കര താനീ പറയണേ? ഹരി ഹിമയുടെയും ഹിമ ഹരിയുടെയുമാണെന്ന് നമ്മൾ പണ്ടേ തീരുമാനിച്ചതല്ലേ? തനിക്കെന്താ എന്നെ ഒരു വിശ്വാസം ഇല്ലേ? ഹരിക്കൊരു ജോലിയില്ല എന്നുള്ളതാണ് അവൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ഇനി അതിനൊന്നും കാക്കണ്ട, നമുക്കിതങ്ങ് നടത്താം. ഹാവൂ, ഇപ്പോഴാ ഒരു സമാധാനമായത്. എന്നാലും അങ്ങനെ ആവട്ടെ രാമേട്ട. ഹിമയുമായുള്ള എൻ്റെ വിവാഹത്തിന് അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ ജോലി കിട്ടിയതിന് ശേഷം മതി വിവാഹം എന്നുള്ളത് എൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. പരീക്ഷകൾ പലതും എഴുതി, ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശ ജോലിയൊന്നും തരപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹിമ ഓടിക്കിതച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഭയങ്കര സന്തോഷവതിയായിരുന്നു അന്നവൾ. അമ്മായി, അമ്മായി, വേഗം വാ അമ്മായി, ഒരു സന്തോഷ വാർത്ത പറയാനാ, വേഗം വാ. എന്താ മോളെ, നീ എന്താ കിതയ്ക്കണേ? ആകെ വിയർത്തൂലോ? ഹരിയേട്ടന് ജോലി കിട്ടി. ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായിട്ടാ, ബാംഗ്ലൂരാ. എൻ്റെ മംഗലത്ത് ഭഗവതി, ഒടുവിൽ നീ എൻ്റെ വിളി കേട്ടു. എൻ്റെ മോനെ കാത്തൂലോ. ഈ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ദൂരമല്ലേ മോളെ? വല്ലപ്പോഴെങ്കിലും ഞങ്ങൾക്കവനെ കാണാൻ പറ്റുമോ? അത്ര ദൂരമൊന്നും അല്ല. ഇവളെ അമ്മയെ പേടിപ്പിക്കാൻ വെറുതെ പറയല്ലേ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മതി മതി, ഇനി നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ഞാൻ അടുക്കളയിൽ പോയി ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്ന് അരിയട്ടെ. ഹരിയേട്ടാ, ബാംഗ്ലൂർക്ക് പോയാ പിന്നെ എന്നാ മടങ്ങി വരിക? നമ്മളെയൊക്കെ മറക്കോ? ആ, ബാംഗ്ലൂരൊക്കെ പോയി പണക്കാരനായി കഴിയുമ്പോൾ നല്ല സുന്ദരിമാരായി പെമ്പിള്ളേരിങ്ങനെ വരി വരിയായിട്ട് നിൽക്കും. എന്നെ കെട്ടാനായിട്ടേ അതിലൊരു സുന്ദരിനെയും കിട്ടി ഞാനൊരു 1.5 വരവുണ്ട്. വരുവോ? വരും. എന്താ വന്നാല്? ഒന്നുകൂടി പറഞ്ഞേ, വേറെ പെണ്ണിനെയും കെട്ടി നിങ്ങൾ ഇങ്ങോട്ട് വരുവോന്ന്? വരും. ഓഹോ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. വേറെ സുന്ദരിയും കിട്ടി ഇങ്ങോട്ട് വരണോ അല്ലേ? പറ, വരണോ? ഓടല്ലേ ഹിമ, ഓടല്ലേ ഹിമ, ഒന്നവിടെ നിൽക്ക് ഹിമ.
ഞാൻ അങ്ങനെ ബാങ്കിൽ ജോയിൻ ചെയ്തു. എൻ്റെ ബാങ്കിലെ ക്ലർക്കായ മഹേഷ് അവൻ്റെ ഫ്ലാറ്റിൽ അന്ന് തന്നെ എനിക്കൊരു റൂം അറേഞ്ച് ചെയ്ത് തന്നു. വൈകുന്നേരങ്ങളിൽ മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു മഹേഷിന്. ആദ്യമൊക്കെ എനിക്ക് മദ്യം വെറുപ്പായിരുന്നു. പിന്നീട് അവൻ്റെ കൂടെ കൂടി ഞാനും മദ്യപിച്ചു തുടങ്ങി. പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാതായി. അങ്ങനെ ഇരിക്കെ എൻ്റെ കോളേജ് മേറ്റായിരുന്ന നീതു, അവൾ റെയിൽവേയിൽ ജോലി കിട്ടി ബാംഗ്ലൂർ എത്തിയ വിവരം നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഒരു ദിവസം അവളെ കാണാൻ വേണ്ടി ഞാൻ മഹേഷിനെയും കൂട്ടി നീതുവിൻ്റെ ഫ്ലാറ്റിലെത്തി. നീതു ഒരു നിമിഷം അത്ഭുതത്തോടെ എൻ്റെ മുഖത്ത് നോക്കി നിന്നു. നീതുവിന് എന്നെ മനസ്സിലായില്ലേ? ഹരിപ്രസാദ് അല്ലേ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ ഓർക്കുന്നു അല്ലേ? കോളേജിലെ ഫേമസ് പാട്ടുകാരൻ്റെ മുഖം അങ്ങനെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? പേര് കേട്ട ഈ ഫുട്ബോൾ ചാമ്പ്യനെ ഞാനും മറന്നിട്ടില്ല. കേട്ടോ മഹേഷ്, കോളേജിലെ പേര് കേട്ട ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ആണോ? എനിക്കും വളരെ ഇഷ്ടമുള്ള കളിയാണ് ഫുട്ബോൾ. നീതു, ഇത് മഹേഷ്, എൻ്റെ സഹപ്രവർത്തകനാണ്. ഹായ് നീതു. ഹായ് മഹേഷ്. ആട്ടെ, ഞാൻ ബാംഗ്ലൂർ ഉണ്ടെന്ന കാര്യം ഹരിയോട് ആരാ പറഞ്ഞേ? നിനക്ക് ജിഷ്ണുവിന് ഓർമ്മയില്ലേ? ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ ആ പഴയ ബെഞ്ചിലിരുന്ന കഥകളും കവിതകളൊക്കെ കുത്തിക്കുറിക്കുന്ന. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. നീ ഇവിടെയുള്ള കാര്യം അവനോട് പറഞ്ഞേ. എന്നാലും ഹരി എന്നെ കാണാൻ വന്നല്ലോ, ഒരുപാട് സന്തോഷം. രണ്ടുപേരും ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. വേണ്ട വേണ്ട, ചായ ഒന്നും ഇപ്പോൾ വേണ്ട. ചായ കുടിക്കാൻ ഞങ്ങൾ പിന്നെ ഒരിക്കൽ വരാം. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ പിന്നെ ശരിയടാ. അല്ല, നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയില്ല. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാനിവിടെ സുഖമായി സ്വസ്ഥമായി തനിച്ച് താമസിക്കുന്നു. വെരി ഗുഡ്. എന്നാൽ കാണാം. ഓക്കെ ഓക്കെ. ഇതാടാ പെണ്ണ് ബാംഗ്ലൂർ നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്നു. ഐ ആം വെരി പ്രൗഡ് ഓഫ് ഹർ. എടാ ഹരി, നിനക്ക് അവളോട് ഒരു ലവ് ഇല്ലേ? നീ വെറുതെ. എനിക്ക് നിന്നെ നന്നായി അറിയാമെടാ. ഇഫ് യു വാണ്ട് യു ക്യാൻ പ്രൊസീഡ്. ഐ വിൽ ഹെൽപ്പ് യു ടു മേക്ക് ഇറ്റ് സക്സസ്ഫുൾ. അതൊന്നും ശരിയാവത്തില്ല. ഞാനും നീതുവും തമ്മിൽ ഇടയ്ക്ക് കാണാനൊക്കെ തുടങ്ങി. സിനിമയ്ക്കും പാർക്കിലും ബീച്ചിലും ഒക്കെ ചുറ്റിത്തിരിയാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് വയ്യെന്നായി. ഹിമയിൽ നിന്ന് ഞാൻ മെല്ലെ അകലുകയായിരുന്നു. ഹിമയെ കാണാതിരിക്കാൻ ഞാൻ എൻ്റെ നാട്ടിലേക്കുള്ള യാത്രകൾ പോലും ഒഴിവാക്കി. ഹിമയുടെ കോൾസും വാട്സപ്പ് മെസ്സേജസും എല്ലാം ഞാൻ പാടെ അവഗണിച്ചു. അവസാനം അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി
ഞാൻ നാട്ടിലെത്തി. ഹിമയെ ഞാൻ തീർത്തും അവഗണിച്ചു. നീതുവുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ചും എൻ്റെ മദ്യപാന ശീലത്തെക്കുറിച്ചുമൊക്കെ ചില സുഹൃത്തുക്കൾ വഴി ഹിമ അറിഞ്ഞിരുന്നു. പക്ഷേ അവൾ ആരോടും പരാതിയൊന്നും പറഞ്ഞില്ല. എൻ്റെയും ഹിമയുടെയും വിവാഹം എത്രയും വേഗം നടത്തണം, അതിനെക്കുറിച്ച് ആലോചിക്കാനായിരുന്നു അച്ഛനും അമ്മയും തിടുക്കപ്പെട്ട് എന്നെ നാട്ടിലെത്തിച്ചത്. ഞാൻ നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഹിമയുടെ വീട്ടിൽ അത് സംഭവിച്ചു. എന്താ മോളെ പറ്റിയത്? വയറിന് പിടിക്കാത്ത എന്തേലും കഴിച്ചോ നീയ്? ഇല്ലമ്മേ. എന്നാ വാ, നമുക്ക് ആശുപത്രി പോവാം. ഞാൻ ആശുപത്രി പോയിരുന്നു. എന്നിട്ട് എന്താ മോളെ? ആശുപത്രി പോയിട്ട് എന്താ പറഞ്ഞേ? പറ. എന്നോട് ക്ഷമിക്കമ്മേ. എന്റെ വയറ്റില് ഹരിയേട്ടന്റെ കുഞ്ഞുണ്ട്. എന്റെ മംഗലത്ത് ഭഗവതി, ഞാൻ എന്തേ കേക്കണേ? ഈ പിശാച് ചതിച്ചൂലോ. എന്റെ ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യ? പേരുദോഷം കേൾപ്പിച്ചൂലോ നീ. സരസ്വതി, ഞാൻ ഈ കേട്ടത് സത്യാണോ? എടി, സത്യമാണോ എന്ന്? സത്യാണ് ശങ്കരേട്ട. പഴച്ചവളെ, കൊല്ലൂടി നിന്നെ ഞാൻ. എടി, നിന്നെ വിശ്വസിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷ ഏത്? നീ തന്നെ തന്ന ശിക്ഷ. ഇതിലും ഭേദം ഞങ്ങളെങ്ങും കൊല്ലുമായിരുന്നില്ലടി. അച്ഛാ, എന്നോട് ക്ഷമിക്കച്ച. നീക്ക് തെറ്റ് പറ്റിപ്പോയി. മാപ്പ്. ഇത് ഞാൻ ക്ഷമിക്കില്ലടി. ഇത് ഞാൻ നിന്നോട് ക്ഷമിക്കില്ലടി സരസ്വതി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മകളില്ല. ക്ഷമിക്കച്ച, എന്നോട് ക്ഷമിക്ക്. നമ്മുടെ മോളൊന്നും ചെയ്യില്ലേ? എന്നോട് ക്ഷമിക്കച്ച. അച്ഛന്റെ ഹിമയോട് ക്ഷമിക്ക്. തെറ്റ് പറ്റിപ്പോയി. മാപ്പ്. രാമേട്ട, എന്താ രാമേട്ട, എന്തുണ്ടായി ശങ്കര? നീ നിന്ന് പരിഭ്രമിക്കാതെ എന്തായാലും പറയൂ ശങ്കര. രാമേട്ട, ഹരി ചതിച്ചു രാമേട്ട. നീ എന്താ ശങ്കരായി പറയണേ? അതെ ചേച്ചി, ഹരിയുടെ കുഞ്ഞ് ഹിമയുടെ വയറ്റിലുണ്ട്. എന്റെ മംഗലത്ത് ഭഗവതി, ഞാനിനി എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യണം. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ശങ്കര. കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹരി ഹിമയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അത് അച്ഛൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇത് നടക്കും. പുത്തേടത്ത് രാമൻ നായർക്ക് വാക്കൊന്നേ ഉള്ളൂ. കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി വയറ്റിലുണ്ടായപ്പോ എന്റെ തല കെട്ടിവെക്കാൻ നോക്കണ്ടാരും. ഹരി, എന്തു പറഞ്ഞടാ നായേ? നീ ഇപ്പൊ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. പോകാൻ തന്നെ എന്റെ തീരുമാനം. അവൻ വീട് വിട്ടു പോണു. നീ അകത്ത് പോ പാർവതി. നമ്മുടെ മോനെ തിരിച്ചു വിളിക്കണമേട്ട. നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. ഇനി ഞങ്ങൾക്ക് ഇങ്ങനൊരു മോനില്ല. ഞാൻ ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ മംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ കുളക്കടവിലെ പടവിൽ ചെന്നിരുന്നു. നല്ല തണുത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എനിക്ക് ആശ്വാസം തോന്നി. ഹിമ അവളെൻ്റെ അടുത്ത് വന്നു. ഞാൻ
ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. ഹരിയേട്ടാ, ഹരിയേട്ടനോട് എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഹരിയേട്ടന് തോന്നണുണ്ടോ ഈ ഹിമയ്ക്ക് ഹരിയേട്ടനല്ലാതെ ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കൂടി കഴിയുമെന്ന്? പണ്ടവന്റെ കുഞ്ഞു വയറ്റിലുണ്ടെങ്കിൽ അധികം വൈകിട്ടില്ലെങ്കിൽ പോയി അബോട്ട് ചെയ്ത് കളാ. ഹരിയേട്ടാ, എന്താ പറഞ്ഞേ? എന്റെ മുഖത്തടിച്ചു അല്ലടി. ഈ മംഗലത്ത് ഭഗവതിയെ സാക്ഷി നിർത്തി എന്റെ കുഞ്ഞിന്റെ പിതൃത്വം നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? കഴിയൂന്ന് ഓർമ്മയുണ്ടോ? എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എന്നെ സ്വന്തമാക്കിയ ആ ദിവസം മംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം 4-ാം ദിവസമായിരുന്നു. അന്ന് കഥകളിയായിരുന്നു. അന്ന് അമ്പലത്തിലെ എല്ലാവരും അമ്പലത്തിൽ പോയപ്പോ ഹരിയേട്ടൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആ സംഭവം ഹിമ എന്നെ ഓർമ്മിപ്പിച്ചു. ഹരിയേട്ടനോ? എന്താ ഹരിയേട്ടൻ അമ്പലത്തിൽ പോയില്ലേ? പോയിരുന്നു. അമ്മാവൻ പറഞ്ഞു നീ അമ്പലത്തിൽ പോയിട്ടില്ലാന്ന്. ആ, അമ്മയ്ക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. വാ, നമുക്ക് അകത്ത് മുറിയിലിരിക്കാം. ഏയ്, അതൊന്നും വേണ്ട. ഹരിയേട്ടൻ പോ. ഒന്ന് വാ എന്റെ ഹിമക്കരടി, ഞാൻ പറയട്ടെ. വേണ്ട ഹരിയേട്ടാ, ആരെങ്കിലും ഒക്കെ കണ്ടുകൊണ്ട് വന്നാ. ഏയ് ഇല്ല, ആര് വരാനാ? അവിടെ എല്ലാരും കഥകളി ആസ്വദിക്കുന്ന തിരക്കില്ല. ഹിമേ, ഹരിയേട്ടാ ഞാൻ വേണ്ട, പറയട്ടെ. വിടാൻ. എന്തിനാ വാതിലടയ്ക്കുന്നേ? നീ എന്റെ അല്ലേ? ദേ ഹരിയേട്ടാ, വേണ്ടേട്ടോ, വാതിലോർക്ക്. എന്നെ ചതിക്കല്ലേ ഹരിയേട്ടാ, ഞാനൊരു പാവമല്ലേ. ഇല്ല മോളെ, നിന്നെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. അതിനെനിക്കാവില്ല. വേണ്ട ഹരിയേട്ടാ, നമ്മളീ ചെയ്യണത് തെറ്റാ. ഹിമേ, മമ മനമതിതരാംബദ വിവശമായി സഖിമലയ മാരുതമേറ്റു. മമ മനമതിതരാംബദ വിവശമായി സഖിയലർശര പരിതാപം ചൊൽവളിവേണി പണിബാലേ. ഹിമ പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് നടന്നു. ഹരിയേട്ടനൊന്ന് നിന്നേ. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും. എന്റെ കുഞ്ഞ് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വളരുകയും ചെയ്യും. പേടിക്കണ്ട, ഒരു അവകാശം ചോദിച്ച് എന്റെ കുഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല. ഞാനൊന്നും മിണ്ടാതെ നടന്നു നീങ്ങി. അന്ന് രാത്രി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച് പിറ്റേന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അന്ന് എൻ്റെ ജന്മദിനമായിരുന്നു. ഞാനും മഹേഷും ഗംഭീരമായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും ആവശ്യത്തിലേറെ മദ്യപിച്ചിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞാനായിരുന്നു കാർ ഓടിച്ചത്. മഹേഷ് പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു. എടാ ഹരി, നിന്റെ മറ്റവളില്ലേ? ആര്? ഹിമയോ? നീയുമായി അവളിപ്പോ യാതൊരു കോണ്ടാക്റ്റും ഇല്ലേ? അവള് പോയി പണി നോക്കട്ടാ തനി നാടൻ. അവളൊരു ഉക്കൻ ചരക്കടാ. ഞാൻ നിന്റെ കയ്യിൽ അവളുടെ ഫോട്ടോ കണ്ടതല്ലേ. ഞാനൊരു ദിവസം അങ്ങ് വരും. നീ അവളെ ഒന്ന് അനുഭവിക്കാനുള്ള അവസരം
എനിക്ക് ഉണ്ടാക്കി തരണം. നീ വാളിയാ, ഞാൻ ഒപ്പിച്ചു തരാം. പ്രോമിസ്? പ്രോമിസ്. അങ്ങനെ വലതുകാൽ നഷ്ടപ്പെട്ട് ഞാൻ ഈ ആശുപത്രി കിടക്കലായി. റിലാക്സ് ഹരി, റിലാക്സ്. അതൊന്നും ഇനി ഓർക്കേണ്ട. കിടന്നോളൂ. ഹരിയുടെ ഫോണല്ലേ റിങ് ചെയ്യുന്നത്? ഞാൻ എടുത്തു തരാം. നീതു ആണല്ലോ. ഹലോ നീതു. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വിളിച്ചതാ. അടുത്ത ആഴ്ച എൻ്റെയും മഹേഷിൻ്റെയും വിവാഹമാണ്. കല്യാണം കഴിഞ്ഞ ഒരു ദിവസം ഹരിയെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ അവസ്ഥയിൽ ഹരിയെ മൊത്തമുള്ളൊരു ജീവിതം എനിക്ക് ആലോചിക്കാനേ വയ്യ. ആട്ടെ, ഇപ്പൊ വേദന കുറവുണ്ടോ? ഹലോ ഹരി, ഹലോ ഹരി, കേൾക്കുന്നില്ലേ? ഹരിയെ കാണാൻ ആരും അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. കയ്യിലൊരു കുഞ്ഞുണ്ട്. ഹരിയേട്ടാ, ഇമേ, നീ എന്തിനിവിടെ വന്നു? നിനക്ക് എങ്ങനെ വരാൻ കഴിഞ്ഞു? അത്രയ്ക്ക് വലിയ പാപമല്ലേ ഞാൻ നിന്നോട് ചെയ്ത്? നിനക്ക് എന്നോട് പൊറുക്കാൻ കഴിയോ? ഹരിയേട്ടാ, എന്താ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഹരിയോട് ക്ഷമിക്കാൻ ഹിമയ്ക്കല്ലാതെ മറ്റാർക്കാ കഴിയാ? അതുകൊണ്ടല്ലേ അവള് വന്നത്. പോട്ടെ, സാറില്ല. എനിക്ക് എന്റെ ഹരിയേട്ടനെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഹരിയേട്ടാ, ദേ നമ്മുടെ കുഞ്ഞ്. എനിക്കൊന്ന് എണീറ്റിരിക്കണം. ഡോക്ടർ, എന്നെ ഒന്ന് സഹായിക്കുമോ? ഹരി എഴുന്നേറ്റോളൂ, ഞാൻ പിടിക്കാം. മെല്ലെ എഴുന്നേക്കൂ. പതുക്കെ പതുക്കെ. ഈ തലോണയിലേക്ക് ചാരിയിരുന്നോളൂ. ഹിമേ, നീ നമ്മുടെ കുഞ്ഞിനെ എന്റെ മടിയിൽ വെച്ചതാ. ഓ, എന്താടാ മുത്തേ, എന്തിനാ അമ്മയുടെ ഭാഗ കരയണം? കരയണ്ട കേട്ടോ. അവരുടെ അച്ഛനെ കണ്ടോ? നമുക്കേ അച്ഛൻ്റെ മടിയിരിക്കാം. വേണ്ട വേണ്ട, അമ്മയുടെ മോൻ കരയല്ലേ. ഇവനെ തള്ളിപ്പറഞ്ഞ ഭാവിയായ അച്ഛനല്ലേ ഞാൻ. ആശുപത്രി വിട്ട ഹരിയേട്ടൻ എന്നോടൊപ്പം വീട്ടിലേക്ക് വരണം, കൊണ്ടു ചെല്ലാന്ന് എല്ലാവർക്കും വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നത്. അതിന് മാത്രം നീ എന്നെ നിർബന്ധിക്കരുത്. ആ വീട്ടിലേക്ക് ഇനി വരാൻ എനിക്ക് കഴിയില്ല. എല്ലാരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി വയ്യ. എന്താ ഹരിയേട്ടാ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? ഹരിയേട്ടനെ അറിയോ? ഹരിയേട്ടൻ അവിടുന്ന് പോയ പിന്നെ ആർക്കും സമാധാനം കിട്ടിയിട്ടില്ല. പാവം അമ്മായി ഓരോ ദിവസവും ഹരിയേട്ടന്റെ വരവും കാത്തിരിക്കുക. കൊണ്ടു ചെല്ലാന്ന് എല്ലാവർക്കും വാക്കും കൊടുത്തതാ ഞാൻ. ദേ, ഇനി ഒന്നും പറയണ്ട, എനിക്കൊപ്പം വന്നേ പറ്റൂ. ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിത്ത ഹരിയേട്ട. അത് വേണ്ട ഹിമ, അതൊരിക്കലും പാടില്ല. ഞാൻ നിനക്കൊരു ഭാരമാകും. എനിക്ക് അതിനുള്ള യോഗ്യത ഇനിയില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ താലിച്ചരട് കഴുത്തിലണിയാൻ പോലും ഭാഗ്യമില്ലാത്തവളാണോ ഹരിയേട്ട ഞാൻ? അതിനുള്ള അർഹത പോലും എനിക്കില്ലേ? യോഗ്യത അയോഗ്യതയൊക്കെ ദൈവം തീരുമാനിക്കട്ടെ. ഹരി,
ആ താലി വാങ്ങി അവളുടെ കഴുത്തി കെട്ടിക്കൊടുക്കൂ. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നിങ്ങളാണെന്ന് ഞാൻ പറയും. ഹിമയെപ്പോലൊരു ഭാര്യ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് താലി കെട്ട്. ദൈവത്തിന്റെ കോടതിയിൽ ശബ്ദനാടകം സമാപിക്കുന്നു. നാടകരചന റിജേഷ് തില്ലങ്കേരി. സംവിധാനം വിഷ്ണു സുനിൽ മടത്തുംപടി. ശബ്ദമിശ്രണം രമിത് വിലങ്ങേരി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മഹേഷ് സൂരജ് MS വടകര, ഡോക്ടർ ശ്രീന റിജേഷ്, പാർവതി സുനിത ബേബി, ഹരിപ്രസാദ് നിതിൻ N ജോയ് തൊടുപുഴ, സരസ്വതി സിമി മഞ്ഞപ്ര, ഹിമ അനുജ അജയൻ, ശങ്കരൻ നായർ ലിമേഷ് PM പുതുക്കാട്, നീതു രേഖ കാസർഗോഡ്, രാമൻ നായർ സിജു പത്തനംതിട്ട. ഈ ശബ്ദനാടകവുമായി സഹകരിച്ച എല്ലാവർക്കും സർഗജ്യോതി ശ്രവ്യാമൃതം യൂട്യൂബ് ചാനലിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.